ഇനി അതാണോ ഈ മക്കളെയും കൂടെ തല്ലിക്കൊന്നിട്ട് മൂത്ത മോൻ ഏതായാലും വലിയ കുട്ടിയാ, അവന് ഞാൻ വിളിച്ചാന്ന് കൊച്ചിന് ഞാൻ കൊടുത്തിട്ട് ഞാൻ ചാകത്തുള്ളൂ, അവനെയും കൂടെ കൊന്നിട്ടേ ചാകത്തുള്ളൂ. കാരണം അത്രയ്ക്കും നമ്മൾ മാക്സിമം അനുഭവിക്കുവാണ്. ഇതൊക്കെ വീട്ടുകാരെ കൂടെ പറയും, എന്നെ പറഞ്ഞ എനിക്ക് വിഷയമില്ല, പക്ഷെ എന്നിട്ടും ഞാൻ ജീവിക്കുന്ന ആ പിള്ളേരെ ഓർത്തിട്ടാണ്, ഇല്ലേ? അല്ലാതെ എനിക്ക് ബെനിഫിറ്റിനൊന്നും അല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്ക് കിട്ടുന്ന ചെറിയ ചെറിയ ആൽബം അഭിനയിച്ചാലും രമ്യക്കറിയാവോ, ചെറിയ തുകകളാണ് ഞാൻ മേടിക്കുന്നത്. ഇന്നലെ തന്നെ എന്നോട് ഒരാൾ ചോദിച്ചു എത്ര ആൽബത്തിന് മേടിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ചുമ്മാ ഒരു 5-6 എന്ന് പറഞ്ഞപ്പോൾ 6 ലക്ഷം ഉള്ളൂന്നാ. ലക്ഷമോ? ഞാൻ ജീവിതത്തിൽ കേട്ടിട്ട് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞേ 6000 രൂപയുടെ കാര്യമാണ് പറയുന്നത്, പബ്ലിക്കായിട്ട് ഞാൻ പറയാം, 6000-5000 രൂപയുടെ കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ നിൽക്കും. അപ്പൊ രേണുസുതി ഭയങ്കര പ്രതിഫലം മേടിക്കുന്നതാണല്ലോ ഞാൻ അറിഞ്ഞത്. ഈ 6000 രൂപ ഈ 5000 രൂപ കൊണ്ട് വീട്ടിൽ ചെന്ന് കഞ്ഞി പപ്പായ്ക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അരി മേടിക്കാം നമുക്ക്. എന്നിട്ടും പറയുന്നത് ഇവൾ ഇത്രയും ചെയ്തിട്ട് ഇവക്ക് ഡ്രസ്സില്ല മറ്റേതില്ല. ഞാൻ എന്തിനാണ് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റാവുന്നത്? ഞാൻ എൻ്റെ കാര്യം പറയുന്നു, ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന് എൻ്റെ കാര്യം പറയാൻ എനിക്കേ പറ്റത്തുള്ളൂ, വേറെ ആരും ഇല്ല എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ. അതിനു പോലും കുറ്റം കണ്ടെത്തുവാണ് ആൾക്കാർ. പക്ഷെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് രമ്യ. ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒന്ന് ജസ്റ്റ് ചെന്ന് കടപ്പുറത്ത് ആ ഒരു ഷൂട്ടിൻ്റെ ഇതിന് പോയതാ. ആ മനുഷ്യരുടെ ഒരു സ്നേഹം, കണ്ണൂർ പോയപ്പോൾ അവരുടെ മനുഷ്യരുടെ സ്നേഹം നമ്മളെ തിന്നാൻ വരുന്ന സ്നേഹമാണ്. ഞങ്ങളുടെ സൂചിച്ചാണ്ട വൈഫാണല്ലോ എന്ന് ഓർത്ത കെട്ടിപ്പിടിച്ചാണ്. ആ സ്നേഹത്തിനൊക്കെ മുന്നിൽ